ഹലോ, ഇന്നൊരു ഉണക്ക കുഞ്ചിപ്പൊടി ചമ്മന്തി ആയാലോ. ആദ്യം കുറച്ച് തേങ്ങയും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് പുളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂപ്പിക്കേണ്ട കേട്ടോ, ചെറിയ രീതിക്കൊന്ന് മൂപ്പിച്ചാൽ മതി. ചെറിയ രീതിയിൽ നിന്ന് വറുക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ ഷെയ്ഡൊന്ന് മാറുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് നമ്മളെ സ്പൈസി അനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ കറിവേപ്പിലയും നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്യുക കേട്ടോ. ഇച്ചിരി അന്നേരം നമ്മുടെ കയ്യിൽ കറിവേപ്പില ഇല്ല എന്നുണ്ടാകുമ്പോൾ രണ്ടാമത് കറിവേപ്പില മൂപ്പിച്ചിടുക ചെയ്ത്. പിന്നെ ഉപ്പും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മസാല, ആ മുളക് പൊടി ഒന്ന് അതിൽ പിടിച്ച് വരുന്ന രീതിയിലോട്ട് ഒന്നാക്കുക. ശേഷം കറിവേപ്പില നമ്മളിൽ ഇല്ലായിരുന്നത് കൊണ്ടാണ് സെപ്പറേറ്റ് ഇങ്ങനെ മൂപ്പിച്ചിട്ടത്. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് മൂപ്പിക്കായിരുന്നു കേട്ടോ. അതായത് ആ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ മസാല ഇട്ടതിന് ശേഷം മൂപ്പിച്ചിടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതൊരു ഗോൾഡ് കളറാകുമ്പോഴത്തേക്കും അതങ്ങ് മാറ്റുക. ശേഷം നല്ല ഇഞ്ചി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കുത്തിയരിഞ്ഞത് അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. എണ്ണയിൽ തന്നെ ഇഞ്ചി ഇട്ടൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. അത് മൂത്ത് മാറുമ്പോഴത്തേക്കും നല്ല രീതിക്ക് മുരിഞ്ഞ് വരുമ്പോൾ അതങ്ങ് മാറ്റുക. ശേഷം അതിലോട്ട് കുഞ്ഞുള്ളി ഇടുക. അതും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതൊരു മൂത്ത് വരുമ്പോഴത്തേക്ക് അത് മാറ്റി വയ്ക്കുക. അതായത് ഇത് മൂന്നും നമുക്ക് ചമ്മന്തിപ്പൊടിയിലോട്ട് ഇടാനുള്ളതാണ്, അപ്പോൾ അത് തണുക്കാൻ വേണ്ടി വയ്ക്കുക. ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടിയും പുളിയും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അതുകൊണ്ട് ഈ പരുവത്തിനൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും ഒരു പരുവം മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോയാൽ ലൂസായി പോകും. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ആ കറിവേപ്പില ഇട്ട നമ്മൾ ഇപ്പോഴാണ് കേട്ടോ 2 തത്തിയായിട്ട് അടിച്ചെടുത്തത്. അപ്പോൾ ആ രണ്ടാമത്തെ തത്തിയിൽ ആ കറിവേപ്പിലയുടെ മിക്സും കൂടെ ഇട്ട് അടിച്ചെടുത്തു. അപ്പോഴത്തേക്കും അത് ഒറ്റ തത്തിയായിട്ട് അടിക്കുന്നവർക്ക് ഒറ്റയായിട്ട് അടിക്കാം കേട്ടോ. ഇതിപ്പോൾ ചേർന്നതിന് ശേഷം അതിന് ഒരല്പം നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി ഇടുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നോർമൽ ചമ്മന്തിപ്പൊടി. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഉഴുന്നും വറുത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ചമ്മന്തി കൊഞ്ചിപ്പൊടിയുടെ ചമ്മന്തി ആയതുകൊണ്ട് നമ്മൾ ഉഴുന്ന് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഈ ഉണക്ക ചെമ്മീൻ അത് നല്ല കഴുകി നന്നായിട്ട് കല്ലും മണ്ണൊക്കെ കളഞ്ഞ് കഴുകി ഉണക്കി വെച്ചേക്കുന്ന ചെമ്മീനാണ് കേട്ടോ അമ്മ. അപ്പോൾ അതിൽ മണ്ണ് ആക്ച്വലി ഇല്ല, നന്നായിട്ട് കഴുകി ഉണക്കിയതാണ്. അതൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ കൂടെ പൊടി ഇടരുത് കേട്ടോ. ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു മൂപ്പിക്കുക. ആ മൂപ്പിക്കുന്ന സമയത്ത് മറ്റേ നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടെ ചതച്ച് വറുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അത് ഈ ചമ്മന്തിപ്പൊടിയിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീൻ ഇങ്ങനെ വറുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഈ ചമ്മന്തിപ്പൊടിക്ക് എരിവ് കുറവാണെങ്കിൽ ആ ചെമ്മീനിലിട്ടൊന്ന് വറുക്കുന്ന കൂട്ടത്തിൽ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അത് ഈ ചമ്മന്തിപ്പൊടിയിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. സംഗതി സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ. ഇത് അച്ഛനും കാശിയും കഴിച്ച് നോക്കി, രണ്ടുപേർക്കും ഇഷ്ടമായി. രണ്ടുപേരും നല്ല സൂപ്പർ അഭിപ്രായം പറഞ്ഞു കേട്ടോ. രണ്ടുപേർക്കും ഇഷ്ടമായി. ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈ ലഞ്ചൊക്കെ കൊടുത്തു വിടാൻ നല്ലതാണ് കേട്ടോ. ഒരുപാട് ദിവസം ഇരിക്കും.